ഹായ് എവരി വൺ. കഴിഞ്ഞ ദിവസം എൻ്റെ സ്കൂളിൽ പഠനോത്സവം നടത്തുന്നതിനെ പറ്റി ഞാനൊരു ചെറിയ റീൽസ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചു അത് എന്തായിരുന്നു, പല സ്ഥലത്തും ബാംഗ്ലൂരൊക്കെയുള്ള സ്കൂളുകളിൽ അത് നടത്താറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് കൂടി ചെയ്യാമെന്ന്. കാരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ടാലൻ്റ് ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് എന്ന്. അത് ശരിക്കും നമ്മളും പേരൻസും നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ മികച്ച പ്രതിഭകളായിട്ട് അവർ വരുന്ന ഒരു തലമുറ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ ടാലൻറ്റ് ഇനി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.
വിദ്യാപതി. കഴിഞ്ഞ അവധിക്കാലത്ത് ഞാനും ഒരുമിച്ചും കൂടെ പോയ ഒരു യാത്രയുടെ വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയുന്നതാണ് ഞാൻ പോയത്. അതിനേക്കാളേറെ വർണ്ണശോഭയുണർത്തി അദ്ദേഹത്തിന്റെ കവിത രേണുക. സംസ്ഥാനമായ കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. ഉയർന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1890. ഞാനിന്ന് പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയെ കുറിച്ചാണ്. കൊല്ലം ജില്ല രൂപീകരിച്ചത് 1949 ജൂലൈ 1-നാണ്. വികൃതമായ 1882 നവംബർ 1-നാണ്. കേരളത്തിലെ 13ാമത്തെ ജില്ലയാണ് പത്തനംതിട്ട. ജില്ല രൂപം കൊണ്ട വർഷം 1987 ആഗസ്റ്റ് 10. കോട്ടയം 1989 ജൂൺ 25 ഡിജിറ്റൽ നഗരസഭ. തൊടുപുഴ ഇടുക്കി. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത്. ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. ഏറ്റവും കൈത്തച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം. പറയാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയെ കുറിച്ചാണ്. 1949 ജൂലൈ 1-നാണ് തൃശ്ശൂർ ജില്ല രൂപീകൃതമായത്. തൃശ്ശൂരിന്റെ പഴയ പേര് തൃപ്പേരൂരെന്നാണ്. പാലക്കാട് ജില്ലയെ കുറിച്ചാണ്. പാലക്കാട് ജില്ല രൂപീകൃതമായത് 1957 ജനുവരി 1-നാണ്. കരിമ്പനങ്ങളുടെ നാട്. കേരളത്തിലെ 10ാമത്തെ ജില്ലയാണ് മലപ്പുറം. കേരളത്തിലെ 3ാമത്തെ വലിയ ജില്ലയാണ് മലപ്പുറം. 1987 ജനുവരി 1-നാണ് രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും പഴക്കച്ചെന്ന നഗരം, ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല എന്നീ ബഹുമതികൾ കോഴിക്കോടിന് സ്വന്തമാണ്. ഞാൻ പോകുന്നത് വയനാട് ജില്ലയെ കുറിച്ചാണ്. വയനാട് ജില്ല രൂപീകൃതമായ വർഷം 1980 നവംബർ 1-നാണ്. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. കേരളമാണ് കണ്ണൂർ ജില്ല അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കടൽക്കാലുകൾ കാണുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇന്ത്യയിലെ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇതാണല്ലോ നമ്മുടെ 14 ജില്ലകൾ. റെസിറ്റേഷനുമായി എത്തുന്നു ഏഞ്ചൽ ഷിൻഡുവാണ്. വശമുള്ള രൂപം സത്വസമം എന്ന പേര് രാഷ്ട്രഭൂഷമായാൽ 8 വർഷങ്ങളാണ്. ഓദിത്തിത്താരാദിത്തിത്തേ തിത്തേ തകതേതേതോ ഓദിത്തിത്താരാദിത്തിത്തേ തിത്തേ തകതേതേതോ. मेरे बारे में कुछ बताना चाहती हूँ. मेरा नाम फियोना बिजली है. मैं कक्षा 7 में पढ़ती हूँ. मैं नैशेरी में रहती हूँ. മുഹദ് വെമ്പായം എഴുതിയ പണ്ടെങ്ങാണ്ടൊരു എന്ന കവിതയാണ്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ നീരുണ്ടാർന്നേ, നീരിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മഴമുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ. മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ 100 ഉണ്ടാർന്നേ. മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ 100 ഉണ്ടാർന്നേ. നല്ല മഴ പെയ്തുണ്ടാർന്നേ, നരകത്തി ചൂടില്ലാർന്നേ. നല്ല മഴ പെയ്തുണ്ടാർന്നേ, നരകത്തി ചൂടില്ലാർന്നേ. നല്ലോ ചൊല്ലിടെ വിലയുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോ ചൊല്ലിടെ വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. അന്നും പല